വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം 24 മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു. കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു. ട്രൂ ലൈഫ് ഹോസ്പിറ്റൽ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ റോഡ്, കരുളായി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് മാനസിക പിന്തുണ നൽകാൻ സർക്കാർ തയ്യാറാവണമെന്ന് ദുരന്ത മേഖലയിൽ പ്രവർത്തിച്ച വയനാട് ഡിസാസ്റ്റർ മെന്റൽ സപ്പോർട്ട് ടീം. ഒറ്റപ്പെട്ടു പോയവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളെക്കാൾ വേണ്ടത് മാനസിക പിന്തുണയാണെന്ന് ദുരന്ത മേഖലയിൽ ഒരാഴ്ച പ്രവർത്തനം നടത്തിയ സംഘം അഭിപ്രായപ്പെട്ടു. മുസ്ലിം ലീഗ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ദുരന്തബാധിതർക്ക് മാനസിക പിന്തുണ നൽകുന്നതിനായി മനഃശാസ്ത്രജ്ഞർ ഉൾപ്പെടുന്ന 6 അംഗ സംഘം ദുരന്ത മേഖലയിൽ പ്രവർത്തിച്ചത്. ബന്ധുക്കളെല്ലാം നഷ്ടപ്പെട്ട കുട്ടികൾ, വയോജനങ്ങൾ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ മാനസിക വിഷമങ്ങൾ വിശദീകരിക്കാനാവുന്നതിനപ്പുറമാണ്. ബന്ധുക്കളെ, കൂട്ടുകാരെ, നാട്ടുകാരെ നഷ്ടപ്പെട്ടത് അവരുടെ മനസ്സിനെ വേട്ടയാടുകയാണ്. വീടും സ്ഥലവും സമ്പാദ്യവും തൊഴിലും നഷ്ടപ്പെട്ടവരും മാനസികാവസ്ഥ തിരിച്ചുപിടിക്കാൻ പ്രയാസപ്പെടുകയാണ്. ഉരുൾപൊട്ടൽ മാത്രമാണ് പലരുടെയും മനസ്സിൽ ഇപ്പോഴും തെളിയുന്നത്. ഇരുട്ടും വെള്ളവും ഭീതിയോടെയാണ് ചിലർ കാണുന്നത്. ദുരന്തത്തിൽപ്പെട്ടവരുടെ ഇടയിൽ മദ്യപാനശീലം വർദ്ധിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇവരുടെ മാനസിക നില പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണം. നിലവിൽ 120ഓളം സാമൂഹിക പ്രവർത്തകർ സർക്കാർ സംവിധാനത്തിൽ വയനാട്ടിൽ ആശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും സൈക്യാട്രി മെഡിസിൻ ഒഴിവാക്കി മനഃശാസ്ത്ര സമീപനത്തിലൂടെ സർക്കാർ വിഷയം ഗൌരവമായി കാണണമെന്നും അക്കാദമി അംഗങ്ങൾ പറഞ്ഞു. മനഃശാസ്ത്ര സമീപനത്തിലൂടെ ഇവരുടെ ആശങ്കകൾ ഒരു പരിധിവരെ അകറ്റാൻ തങ്ങളുടെ പ്രവർത്തനങ്ങൾ സഹായിച്ചതായി ഇവർ പറഞ്ഞു. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡാണ് നിലവിൽ നൽകിയതെന്നും ഇതിന് തുടർച്ച വേണമെന്നുമാണ് സംഘത്തിന്റെ അഭിപ്രായം. സർക്കാരിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വിശ്വാസത്തിലെടുക്കാൻ പോലും ഇവർക്കാവുന്നില്ല. പുത്തുമല ദുരന്തത്തിൽപ്പെട്ടവർക്ക് ഇപ്പോഴും ആശ്വാസ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ലഭിച്ചിട്ടില്ലാത്തതിനാൽ സർക്കാരിൽ നിന്നുള്ള സഹായം എപ്പോൾ എങ്ങനെ ലഭിക്കുമെന്ന ആശങ്കയാണ് വയനാട്ടുകാർ പങ്കുവച്ചത്. ഹൃദയപൂർവ്വം പദ്ധതിയുടെ ഭാഗമായാണ് മുസ്ലിം ലീഗ് നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 6 അംഗ മനഃശാസ്ത്ര വിദഗ്ധരെ വയനാട്ടിലെത്തിച്ചത്. എറണാകുളം IASSHൽ നിന്ന് ഹിപ്നോതെറാപ്പിയിൽ പരിശീലനം ലഭിച്ച സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സൈക്കോളജിസ്റ്റുകളാണ് സംഘത്തിലുണ്ടായിരുന്നത്. പ്രമുഖ മാന്ത്രികൻ RK മലയത്തിന്റെ നേതൃത്വത്തിലുള്ള മൈൻഡ് ഡിസൈൻ അക്കാദമിയുമായി ചേർന്നാണ് ദുരന്തത്തിന്റെ ഭീതി വിട്ടുമാറാത്തവർക്ക് സൌജന്യമായി മാനസിക പിന്തുണ നൽകിയത്. സൌജന്യ സേവനം നൽകാൻ തയ്യാറായ 60 മനഃശാസ്ത്ര വിദഗ്ധരിൽ നിന്ന് 6 പേർക്കാണ് ദുരന്തഭൂമിയിലെത്തി ബോധവൽക്കരണവും ആശ്വാസവും നൽകാൻ സർക്കാർ അനുമതി നൽകിയതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന സർക്കാരിന് മുൻപിൽ വെച്ച പ്രൊജക്ടിന്റെ ഭാഗമായാണ് പ്രവർത്തനങ്ങൾ നടത്തിയത്. പദ്ധതിയുടെ തുടർച്ച വേണമെന്നാണ് വയനാട്ടുകാരുടെ ആവശ്യം. അതിനായുള്ള പ്രൊജക്ട് തയ്യാറാക്കി ലീഗ് സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ടെന്നും സർക്കാരിന്റെ അനുമതി ലഭ്യമാക്കി പ്രവർത്തനം തുടരാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് CH ഇക്ബാൽ, സെക്രട്ടറി മച്ചിങ്ങൽ കുഞ്ഞു, ഡിസാസ്റ്റർ മെന്റൽ സപ്പോർട്ട് ടീം അംഗങ്ങളായ RK മലയത്ത്, അഹമ്മദ് കുട്ടി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. Teddy Baby Diaper and Pants made for Indian baby body type.